എന്നും മനുഷ്യന്റെ മനസ്സിൽ തങ്ങുന്ന ഒരു കഥയാണ്. സൂപ്പർ ചിത്രം. വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. വളരെ സമകാലീന പ്രസക്തിയുള്ള ഒരു കഥ. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. നല്ലോണം ഇഷ്ടമായി. ഇതുപോലുള്ള സിനിമകൾ മലയാള സിനിമയിൽ ഇനിയും ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമാണ്. നമ്മൾ നിൽക്കുന്നത് കൊട്ടാരക്കര മിനർവ എംപയർ തിയേറ്ററിന് മുമ്പിലാണ്. റിതം സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാനും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ റിതം മൂവിയുടെ അഭിപ്രായം നമുക്ക് പ്രേക്ഷകരിൽ നിന്ന് മനസ്സിലാക്കാം. എങ്ങനെയുണ്ട് പടം? സൂപ്പർ ചിത്രം. കാരണം ഒരു നല്ലൊരു കുടുംബകഥ, ഫാമിലി സഹിതം വന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായൊരു ഈ അടുത്ത സമയത്ത് ഇത്രയും മനോഹരമായൊരു പിക്ചർ കണ്ടിട്ടില്ല. ഓരോ കഥാപാത്രങ്ങളും ഇത് ജീവിക്കുകയായിരുന്നു. കാരണം ഒരു 2 മണിക്കൂർ നേരം ലയിച്ചിരിക്കുകയായിരുന്നു ആ സിനിമയിൽ. എല്ലാവരും വന്ന് കുടുംബസമേതം കാണേണ്ട ഒരു പിക്ചറാണ് ധൃതം. പാട്ടുകളെല്ലാം മനോഹരമാണ്. 2 ഗാനങ്ങളാണുള്ളത്. 2 ഗാനവും മനോഹരമാണ്. അതോടൊപ്പം തന്നെ ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ ഇവരുടെ ഒരു ഐക്യത, ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കേണ്ടതെന്ന് ഈ ചിത്രം കണ്ട് നമ്മൾ മനസ്സിലാക്കും. നല്ലൊരു സന്ദേശം, നല്ലൊരു ഫാമിലി സ്റ്റോറി. എല്ലാവരും കുടുംബസമേതം വന്ന് കാണേണ്ട ഒരു പിക്ചർ. എൻ്റെ പേര് വെളിയമോഹനൻ. ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, പ്രവാസിയും കൂടിയാണ്, സംഘടനയുടെ ഒരു പ്രസിഡന്റും കൂടിയാണ്. എൻ്റെ സുഹൃത്താണ് മേലില, ഷിബു മേലില. അദ്ദേഹത്തിന് ഒരു നല്ല പോലീസ് ഓഫീസറുടെ വേഷം ഇതിനകത്തുണ്ട്. എല്ലാവരും വളർന്ന് നല്ല രീതിയിൽ വരട്ടെ ഈ കലാകാരന്മാരെന്ന് ഒരു പ്രാർത്ഥന കൂടിയുണ്ട്. നന്ദി, നമസ്കാരം. ഏറ്റവും നല്ല ചെലവ് കുറഞ്ഞ രീതിയിലൊരു സിനിമ വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു നല്ല വ്യക്തമായ ദിശാബോധമുള്ള, മൂല്യബോധമുള്ള ഒരു സിനിമയാണ്. ഒരു നല്ല സന്ദേശം ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. കച്ചവട സിനിമയൊക്കെ മാറി നിൽക്കുന്ന ഈ അവസരത്തിൽ കച്ചവട സിനിമയുടെ പുറകെ മലയാളി പോകുന്ന സമയത്ത് ഇതുപോലുള്ള ചെറിയ ഫിലിമിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ദിശാബോധമുള്ള വളരെ മനോഹരമായ ഒരു കൊച്ചു സിനിമയാണ്. ഒരല്പം പോലും ലാങ്ങില്ല. ഇതിൻ്റെ സംവിധായകൻ ലാൽജി കയ്യടി നേടുന്നുണ്ട്. മാത്രമല്ല ഇതിലെ കഥാപാത്രങ്ങളും ഫോട്ടോഗ്രാഫിയും വളരെ വളരെ സുദീർഘമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു സിനിമയാണ്. എല്ലാവരും ഈ സിനിമ കാണണം, പ്രോത്സാഹിപ്പിക്കണം. ഒരു നല്ല സിനിമ 70-75 കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഉദ്യോഗം നിറഞ്ഞ ഒരു സിനിമയാണ്. നല്ല സിനിമയാണ്. തീർച്ചയായിട്ടും ഇത് വളരെ പ്രശംസ നേടും. ഒരു അവാർഡ് വരെ പ്രതീക്ഷിക്കാവുന്ന ഒരു സിനിമയാണെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നല്ല പടമാണ്. നല്ല പടം. പടത്തിലെ പാട്ടുകളെല്ലാം നല്ല കാണാൻ പറ്റിയത് അവസാന പകുതി ഭാഗങ്ങളാണ് ശരി. ഈ കാലഘട്ടത്തിനനുസരിച്ച്, ഈ ഇപ്പോഴത്തെ റിലേഷൻ അനുസരിച്ച് നല്ലൊരു സിനിമ ഈ ചെയ്തു എന്നുള്ളതാണ്. നല്ല സൂപ്പർ പടമാണ്. ലാൽജിയാണല്ലോ മുസ്ലിയായിട്ട് അഭിനയിച്ചത്. മുസ്ലിയായിട്ട് ദാസപ്പന് എല്ലാ കഥാപാത്രങ്ങളും, ഒറ്റ കഥാപാത്രങ്ങൾ പോലും മോശമില്ല. ഒരു സമയം പോലും ലാഗിങ് ഇല്ല. നല്ല പാട്ട്. ഇപ്പോഴത്തെ ഒരു മതസൗഹാർദ്ദമൊക്കെ ഊട്ടി വളർത്തുന്ന ഒരു പടമാണ്. നല്ല സൂപ്പർ പടമാണ്. ഇത് നല്ല ഒരു സംസ്ഥാന തലത്തിലെ അവാർഡുകളൊക്കെ ശ്രദ്ധ നേടുന്നു 100% ഉറപ്പാണ്. അത്രയ്ക്കും നല്ല അഭിനയമാണ്. ഒരു നിമിഷം പോലും ലാഗില്ലാതെ ഉഗ്രം പടം. സൂപ്പർ. റിതം സിനിമ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ വളരെയധികം ഹാർട്ട് ടച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് വളരെ മനോഹരമായിട്ട് അതിൻ്റെ ക്യാമറ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാരണം ഒരു കഥയ്ക്ക് ആസ്പദമാക്കിയിട്ടുള്ള ലൈറ്റ്, നമുക്കിത്തരം ഒരു കുടുംബ ജീവിതത്തിൻ്റെ കഥ എന്ന് പറയുന്നത് എന്നും മനുഷ്യൻ്റെ മനസ്സിൽ തങ്ങുന്ന ഒരു കഥയാണ്. ആ കഥ ക്യാമറയിലൂടെ പകർത്തുന്നത് അത് വലിയൊരു കലാവിരുന്നാണ്. അത്തരത്തിൽ ക്യാമറാമാൻ ഹാരിസൺ ലോക്ക്, അതുപോലെ തന്നെ കോർത്തിണക്കിയ കഥയുടെ ആ മൂമെൻറ്റ്, എഡിറ്റിങ് വളരെ മനോഹരമായിരിക്കുന്നു. അതിൻ്റെ പാട്ടുകൾ അതിൻ്റെ അസ്ഥാനത്ത് തന്നെയാണ് ആ സംഗീതം നന്നായിട്ട് ചെയ്തത്. മറ്റൊന്ന്, അഭിനയിക്കുന്ന മുസ്ലിയാരായിട്ട് അഭിനയിച്ചത് വളരെ മനോഹരമായിരിക്കുന്നു, വളരെ ബ്യൂട്ടിഫുൾ. രണ്ടാമത് ആ മുസ്ലിയാരുടെ വൈഫായിട്ട് പാത്തുവായിട്ട് അഭിനയിച്ച ക്യാരക്ടർ ഏറ്റവും മനോഹരമായിരിക്കുന്ന ദാസപ്പൻ്റെ ആ ഒരു കഥാപാത്രം കൂടെ ചേർത്ത് ഇണങ്ങിയപ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു. എന്തായാലും ഇത് കേരളത്തിൽ ഒരു ചലനം സൃഷ്ടിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ്. പക്ഷെ ഒരു അവാർഡ് 100% ആർക്കെങ്കിലും അല്ലെങ്കിൽ സിനിമയ്ക്കോ പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. താങ്ക് യു. നല്ല ഫിലിമാണ്. കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എപ്പോഴും നമുക്ക് ഇതേപോലുള്ള ഫിലിം മനസ്സിൽ തട്ടി നമുക്ക് കാണാനാണ് ഏത് സമയവും നമ്മൾ ആഗ്രഹിക്കുന്നത്. അടിപൊളിയാണ്. വളരെ സമകാലീന പ്രസക്തിയുള്ള ഒരു കഥ. അതിൻ്റെ ചിത്രീകരണം വളരെ മനോഹരമായ ചിത്രീകരണം. നമ്മുടെ ഈ പ്രതീക്ഷകളൊക്കെ പല രീതിയിലേക്ക് നമ്മളെ ഈ കഥ പോകും എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നല്ലൊരു ശുഭാന്ത്യത്തിലേക്ക് കഥ വന്നു. ഈ ലാഗിങ് ഇല്ലാതെ തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ. വളരെ നന്നായിരുന്നു. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. നല്ലോണം ഇഷ്ടമായി. വളരെ നല്ല സിനിമയായിരുന്നു. വളരെ ഹാർട്ട് ടച്ചിങ് ഉള്ള സിനിമയായിരുന്നു. കണ്ണുകൾ ശരിക്കും നനഞ്ഞുപോയി.
നല്ല സിനിമ. ഇതുപോലുള്ള സിനിമകൾ മലയാള സിനിമയിൽ ഇനിയും ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമാണ് നമുക്ക് പറയാനുള്ളത്. നന്നായിരുന്നു. നല്ലൊരു സിനിമയാണ്. ഒരുപാട് നാളിന് ശേഷം ഒരു ഫാമിലി ഫിലിമായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണിത്. ഇതേപോലെ നല്ലപോലെ മനസ്സിൽ കൊണ്ട ഒരു സിനിമയാണിത്. ഞാൻ ഈ സിനിമയിൽ ഒരു വേഷം ചെയ്ത ആളാണ്. പേര് ഷിബു മേരില എന്നാണ്. വളരെ നല്ലൊരു സിനിമ. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും നല്ലൊരു സിനിമ. സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ സിനിമ കഴിവതും തിയേറ്ററിൽ വന്ന് കാണണം. നിങ്ങൾക്ക് കണ്ടാലേ അതിൻ്റെ ഇത് മനസ്സിലാവത്തുള്ളൂ. ഇതിനകത്ത് ഇതിൻ്റെ ക്യാമറമാൻ ഹാരിസ് അച്ചായനായാലും അസോസിയേറ്റ് ഡയറക്ടർ ബിജുവണ്ണനായാലും പിന്നെ ഡയറക്ടർ ലാൽജി സാർ ആയാലും എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ ഈ സിനിമ എടുക്കുവാൻ ഒരുപാട് പ്രയത്നിച്ചു. അവർക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വളരെ നല്ല സിനിമ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. തിയേറ്ററിൽ തന്നെ കണ്ടെങ്കിലേ അതിൻ്റെ ഇത് മനസ്സിലാവത്തുള്ളൂ. എല്ലാവർക്കും നന്ദി. നല്ലൊരു പടം. നമ്മൾ കൂടുതലൊന്നും അതിനകത്ത് ഇപ്പോൾ ഇറങ്ങുന്ന അലിക്കുലത്ത് പടങ്ങൾ പോലല്ല, കണ്ടിരിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു പടം. നല്ലൊരു പടം. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നല്ലൊരു ഫിലിം, ഫാമിലിയോടെ വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ. ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻ, ഒരുപാട് നമുക്ക് മനസ്സിനകത്ത് ഒരുപാട് ചേർത്ത് വയ്ക്കാൻ പറ്റിയ, ഇന്നത്തെ സമൂഹത്തിന്, ഇന്നത്തെ കാലഘട്ടത്തിനൊത്ത, ഇന്നത്തെ ജനതയ്ക്കൊത്ത ഒരു സിനിമ. വെരി ഗുഡ്. ഈ സിനിമ എടുത്തവർക്കും അഭിനയിച്ചവർക്കുമെല്ലാം സല്യൂട്ട്. നല്ല ചിത്രമാണ് ഇത്. കുടുംബമായിട്ട് വന്ന് കാണാൻ പറ്റിയൊരു ചിത്രമാണ്. ഏറ്റവും വലിയ ഫേമസ് ആയ നടന്മാരൊന്നും അല്ലെങ്കിൽ പോലും നല്ലൊരു പടമാണ്. കുടുംബമായിട്ട് എല്ലാവരും വന്ന് കാണാൻ. അത്ര ഇഷ്ടപ്പെട്ട് അവിടെ വിഷമം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട്. കാരണം എന്താ പറയുന്നത്, അതിന്റെ ആ വൈബിനെ ഒന്ന് വിളിച്ചതാ. എന്നിട്ട് പറഞ്ഞത് പോയി നോക്ക്. അതായത് എനിക്ക് ഇന്ന് തന്നെ നാളെ എന്തായാലും വരും, ഞാൻ ഇവിടെ തന്നെ വരും പടം കാണാൻ. അത്രയ്ക്ക് മനസ്സിന്റെ ആ മക്കളുടെ തള്ളയുടെ ആ ഒരു കുടുംബ ടെൻഷൻ ഇത്തിരി മനസ്സിനൊരു സന്തോഷം കിട്ടും. ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. സൂപ്പറായിരിക്കുന്നു, അടിപൊളി. ഞാനിപ്പോൾ ഏകദേശം ഒരു 3-4 പടം ചെയ്തു. പക്ഷേ ചെയ്തതിൽ ഏറ്റവും ആദ്യമായിട്ട് റിലീസായ പടമാണ് ഋതം. എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഇതിനകത്തൊരു ചായക്കടക്കാരനാണ്. ചെറിയ ഒരു സംഭവമാണെങ്കിൽ പോലും നല്ല രീതിയിൽ നമുക്കത് മേക്ക് ചെയ്യാൻ പറ്റി. അതിലുപരി എൻ്റെ ഒരു 10-17 വർഷത്തെ ആഗ്രഹമാണ് തിയേറ്ററിൽ എൻ്റെ പേരെഴുതി കാണിക്കണമെന്നുള്ളത്. ഞാൻ ശരിക്കും ഇതിൻ്റെ വസ്ത്രാലങ്കാരമാണ് ചെയ്തത്. അതിനോടൊപ്പം തന്നെ ഒരു സീനിൽ അഭിനയിക്കുകയും ചെയ്തു. എല്ലാവരും നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഇത് നേരിട്ട് കാണണം. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഋതം മൂവിയുടെ ക്യാമറാമാൻ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. വളരെ പരിമിതികളിൽ നിന്നുകൊണ്ട് വളരെ ചുരുക്കം എക്യുപ്മെൻറ്റ്സ് ലൈറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത ഒരു ചെറിയ ചിത്രമാണ്. എല്ലാവരും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ടതായിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാവരെയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകണം. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഈ ചിത്രത്തെ വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മിസ്റ്റർ ബിജു ചക്കുവരക്കൽ ഈ ചിത്രത്തിൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ്. അദ്ദേഹം പറയുക. എന്ത് പറയാനാ, പടമൊക്കെ കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നന്നായിട്ട് പോയി. കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങൾ വളരെ എന്താ പറയുക, പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടെടുത്ത ഒരു ചെറിയ പടം. അത് ഇത്രയും ജനം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മിസ്റ്റർ ക്യാമറാമാനും ഡയറക്ടർക്കും പിന്നെ പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. പിന്നെ കുറച്ച് കൊച്ചു കലാകാരന്മാർ ഇതിനകത്ത് വന്ന് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഭാവിയിലേക്കുള്ളവർക്ക് അവരുടെ ഒരു വളർച്ചയായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അശോകൻ ചെറിയ ക്യാരക്ടേഴ്സാണ് ചെയ്തതെങ്കിൽ അവർ നന്നായിട്ട് ചെയ്തതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു പടം ചീഫ് അസോസിയേറ്റ് ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് വർക്ക് ചെയ്തത്. അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ ഉണ്ട്. നന്നായിട്ട് പോലെ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. ചേട്ടാ, ഈ പടം എങ്ങനെയുണ്ട്? ഋതം മൂവി എങ്ങനെയുണ്ട്? ധൃതം നല്ലൊരു പടമാണ്. നല്ലൊരു പടം എന്ന് പറയുന്നത് നല്ലൊരു കഥയാണ്, ചിന്തിക്കാനുള്ളൊരു കഥയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ വർഗീയതയെക്കുറിച്ചും ആ വർഗീയതയുടെ ഇതാണ്, മതത്തിന് അതീതമായി മനുഷ്യൻ്റെ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു പടം, നല്ല അഭിനയമാണ്. നല്ല പ്രേക്ഷകർക്ക് എല്ലാവർക്കും കുടുംബസമേതം കാണാൻ പറ്റിയൊരു ചിത്രമായത്. കാരണം ഇപ്പോഴത്തെ കോനാമ്പീച്ചുകളൊന്നും ഇല്ലാതെ കഥ മാത്രം, ചിന്തിക്കാനുള്ള കഥ, മനുഷ്യൻ്റെ ജാതിയോടുള്ള ഭ്രമത്തിൻ്റെ ചില വർഗീയതകളൊക്കെ അതൊന്നും ഇല്ലാത്ത നല്ലൊരു കഥയായിരുന്നു. ഋതം എന്ന ഈ ചെറിയ സിനിമ നിങ്ങൾ ഏറ്റെടുത്തതിൽ വളരെയേറെ സന്തോഷമുണ്ട്. തിയേറ്ററിൽ വന്ന് ഇതിനോട് സഹകരിച്ച, കണ്ട, അഭിപ്രായങ്ങൾ നേരായിട്ട് തന്നെ ഞങ്ങളോട് സമർപ്പിച്ച, പറഞ്ഞ എല്ലാ കാണികളോടും വളരെയേറെ നന്ദി. അദ്ദേഹം ക്യാമറാമാൻ മിസ്റ്റർ ഹാരിസൺ, അദ്ദേഹത്തിൻ്റെ ക്യാമറ വർക്കൊക്കെ വളരെ നന്നായിരുന്ന ജനങ്ങളുടെ പ്രതികരണം വളരെ സന്തോഷം ഉളവാക്കുന്നുണ്ട്. പിന്നെ A to Z എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് തന്നെയാണ് അവർ അഭിപ്രായം പറഞ്ഞത്. വളരെ സന്തോഷം. താങ്ക് യു. ഞാൻ
ഹാരിസൺ അദ്ദേഹത്തിൻ്റെ കൊടുക്കാം ക്യാമറ. ഞങ്ങളുടെ കുഞ്ഞു ചിത്രത്തെ തിയേറ്ററിൽ വന്ന് കണ്ട് പ്രോത്സാഹിപ്പിച്ച എല്ലാവരോടും ഉള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുന്നു. വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഫസ്റ്റിലത്തെ ഷോയ്ക്ക് തന്നെ നിറഞ്ഞ ഒരു ഈ നമ്മുടെ തിയേറ്റർ നിറഞ്ഞാണ് ഈ സിനിമ ഓടിയത്. അതേപോലെ ഇനിയും ഉള്ള ഷോകൾ അങ്ങനെ തന്നെ പോകണം. അതിനുവേണ്ടി നമ്മുടെ പ്രേക്ഷകരായ നമ്മളാണ് അത് തീരുമാനിക്കേണ്ടത്. ഇതിനകത്ത് പ്രവർത്തിച്ചവർ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് ആ സിനിമ കാണുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ സിനിമ വന്ന് കാണുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തന്നെ ഇവരോട് പറയുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.